ശബരിമലയിൽ കൂടുതൽ വികസന പ്രവർത്തനം നടത്തുമെന്ന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ. മണ്ഡലകാലത്ത് ശബരിമലയെ തകർക്കുന്ന രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു. പോലീസ് മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത്. വാട്ടർ അതോറിറ്റിയിലെ ചില പോരായ്മകൾ പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ പദ്ധതികൾക്കായി ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം പുരോഗമിക്കുന്നു. പല പദ്ധതികൾ ശബരിമലയിൽ നടന്നുവരുന്നു. എന്നാൽ ഭൂമി ലഭ്യമാക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുകയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. നിരവധി പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. അവിടെ ഒരു പ്രയാസം അനുഭവിക്കുന്നത് അവിടെ സെൻട്രൽ റിസർവ് ഫോറസ്റ്റാണ്, അതുപോലെ തന്നെയാണ് ടൈഗർ റിസർവ് ഫോറസ്റ്റുമാണ്. അതുകൊണ്ട് ലാൻഡ് ലഭ്യമാക്കുന്നതിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലാൻഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചു വരുന്നു. മണ്ഡലകാലത്ത് ശബരിമലയെ തകർക്കുന്ന രീതിയിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടു. സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വലിയ ഫേക്ക് ന്യൂസുകളാണ് കൊടുത്തിരുന്നത്. ശബരിമല എങ്ങനെയൊക്കെ അവിടെ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ കഴിയുമെന്നുള്ള പരീക്ഷണം നടത്തുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ പുറത്തുവിടാൻ വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചത്. തീർച്ചയായിട്ടും അത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ സൈബർ സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല പരിശോധനയും കേസെടുക്കലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അതിന് ശമനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള അനുഭവമുണ്ട്. ശബരിമലയിൽ പോലീസ് ഇടപെടൽ ശരിയായ രീതിയിലാണെന്ന അഭിപ്രായമാണ് സർക്കാരിന്. വാട്ടർ അതോറിറ്റിയിലെ ചില പോരായ്മകൾ പരിഹരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും പറഞ്ഞു. ഏതെങ്കിലും കാരണവശാൽ കണക്ഷൻ കൊടുത്തതിന് ശേഷം വെള്ളം ലഭിക്കാതെ വരികയും ചാർജ് ഈടാക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ ആ ചാർജ് ഈടാക്കുന്നതല്ല. പിന്നെ ഈ കണക്ഷൻ കട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ 24 മണിക്കൂർ മുമ്പ് അവർക്ക് ഫോൺ മുഖാന്തരം അല്ലെങ്കിൽ മറ്റിതര മാർഗത്തിൽ അവരെ അറിയിക്കുന്ന ഒരു സ്ഥിതിയും കൂടി രൂപപ്പെടുത്താം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.